പഹൽഗാം ഭീകരാക്രമണത്തിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒരു തീവ്രവാദിയെയും വെറുതെ വിടില്ല, ഭീകരവാദം അവസാനിപ്പിക്കും വരെ വിശ്രമമില്ലെന്നും അമിത്ഷാ. US പ്രതിരോധ സെക്രട്ടറിയുമായി ചർച്ച നടത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രി. പാകിസ്ഥാൻ ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമെന്ന് രാജ്നാഥ് സിംഗ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പമെന്ന് US പ്രതിരോധ സെക്രട്ടറി. പാകിസ്ഥാൻ അതിർത്തി അടച്ചതോടെ വാഘ അതിർത്തിയിൽ കുടുങ്ങി പാക് പൗരന്മാർ. കുടുങ്ങിയത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിനു പേർ. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ഉറി, കുപ്വാര, അഖ്നൂർ മേഖലകളിൽ വെടിവെപ്പ്. തിരിച്ചടി നൽകാനുള്ള നീക്കങ്ങൾ സജീവമാക്കി ഇന്ത്യ. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമെന്നാവർത്തിച്ച് അമേരിക്ക. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ഹർജിയിൽ താക്കീതുമായി സുപ്രീം കോടതി. രാജ്യം കടന്നുപോകുന്ന സാഹചര്യം മനസ്സിലാക്കണം. സേനയുടെ വീര്യം കെടുത്തരുതെന്നും ഹർജിക്കാരനോട് കോടതി. പരാമർശത്തിന് പിന്നാലെ ഹർജി പിൻവലിച്ചു. ഉദ്ഘാടനത്തിനൊരുങ്ങി വിഴിഞ്ഞം തുറമുഖം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. കമ്മീഷനിംഗ് നാളെ രാവിലെ 10:30. വിഴിഞ്ഞം ആരുടെ നേട്ടമെന്നതിൽ പരസ്യപ്പോര്. ഉമ്മൻചാണ്ടിയുടെ പങ്ക് ജനങ്ങൾക്കറിയാമെന്ന് VD സതീശൻ. മലപ്പുറത്ത് കാട്ടാനെ ആക്രമണം വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിലെ വനത്തിനകത്ത്. ആക്രമണത്തിനിരയായത് പുഞ്ചക്കൊല്ലി സ്വദേശി നെടുമുടി. പുലിപ്പല്ല് കേസിൽ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം നിലനിൽക്കില്ലെന്ന് കോടതി. പുലിപ്പല്ലാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചില്ലെന്ന് ജാമ്യ ഉത്തരവിൽ പരാമർശം. വേടനെതിരായ അതിവേഗ നടപടികളിൽ നിന്ന് വനം വകുപ്പ് പിന്നോട്ട്. തിരക്കിട്ട നടപടികളിൽ പൊതുസമൂഹത്തിന് ആശങ്കയെന്ന് വനം മന്ത്രി. ആശാപ്രവർത്തകരെ പിന്തുണയ്ക്കുന്നതിലെ വിലക്ക് തള്ളി മല്ലിക സാരാഭായ്. തൃശൂരിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു. പിന്തുണയുടെ പ്രതീകമായി ആശാപ്രവർത്തകയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു. കുവൈറ്റിൽ മലയാളി ദമ്പതികൾ കുത്തേറ്റ് മരിച്ച നിലയിൽ. മരിച്ചത് എറണാകുളം സ്വദേശികളായ സൂരജും ബിൻസിയും. അന്വേഷണം ആരംഭിച്ച് കുവൈറ്റ് പോലീസ്. വോട്ടർ പട്ടികയിൽ നവീകരണ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വലിയ അക്ഷരങ്ങളിൽ പ്രിന്റ് ചെയ്യും. മരണ രജിസ്ട്രേഷൻ ഡാറ്റ ഇലക്ട്രൽ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കും. വോട്ടർ സ്ലിപ്പിന്റെ ഡിസൈൻ പരിഷ്കരിക്കാനും തീരുമാനം. ചരിത്രപരമായ കരാർ ഒപ്പിട്ട് അമേരിക്കയും യുക്രൈനും. യുക്രൈനിലെ ധാതുക്കളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം പങ്കിടാൻ ധാരണ. ലാഭത്തിന് 50% അമേരിക്കയുമായി പങ്കുവെക്കും. കരാർ ഒപ്പിട്ടത് ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിൽ.